ഹായ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതൊരു രസകരമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. രസകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളതനുസരിച്ച് വളരെ വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ വൈരുദ്ധ്യമായിട്ട് നമുക്ക് തോന്നാം. നമ്മളുടെ കമ്മ്യൂണിസ്റ്റ് കേരളം ലോകബാങ്കിൽ നിന്ന് 2424 കോടി രൂപയുടെ ലോണിനുള്ള അപ്രൂവൽ സോറി നമ്മുടെ കേരള സർക്കാരിൻ്റെ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതായത് നമ്മളുടെ ആരോഗ്യ രംഗത്ത് വമ്പിച്ച മാറ്റങ്ങൾ വരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ലോകബാങ്കിൽ നിന്നും 2424 കോടി രൂപയാണ് കടമെടുക്കാൻ കേരളം തീരുമാനിച്ചിരിക്കുന്നത്. കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം, വേൾഡ് ബാങ്കിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങൾക്കും നേരിട്ട് ലോകബാങ്കിൽ നിന്നും മാത്രമല്ല, പുറത്തുള്ള ഒരു ഏജൻസിയിൽ നിന്നും നമുക്ക് സംസ്ഥാനങ്ങൾക്കോ യൂണിയൻ ടെറിട്ടറീസിനോ നേരിട്ട് അവരുമായി ഇടപെട്ട് ലോൺ എടുക്കാനോ കടമെടുക്കാനോ ഒന്നും സാധ്യമല്ല. അതെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇൻഫർമേഷൻ. നേരത്തെ വന്നൊരു വാർത്തയാണ്. സ്റ്റേറ്റ്സ് ക്യാൻ നൗ ബോറോ ഡയറക്ട്ലി ഫ്രം എബ്രോഡ്. എന്ന് പറഞ്ഞാൽ എബ്രോഡ് എന്നാൽ വിദേശത്തു നിന്ന്, വിദേശ ഏജൻസികളിൽ നിന്ന്. പക്ഷേ വേൾഡ് ബാങ്കിൽ നിന്ന് IMF ഒന്നും പറ്റത്തില്ല. ഇത് 2017 ഒരു വാർത്തയാണ്. അത് അന്നത്തെ യൂണിയൻ ഗവൺമെന്റ്, അതായത് നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുമ്പോൾ അന്ന് അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു ഫൈനാൻസ് മിനിസ്റ്റർ. അപ്പം അവർ പറയുന്നത് ഫൈനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ സമ്പദ് വ്യവസ്ഥ വളരെ മെച്ചപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് ഫോറിൻ ഏജൻസീസിന്, അതായത് ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസി പോലുള്ള ഏജൻസികളിൽ നിന്നും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി നേരിട്ട് ലോണിന് അപേക്ഷിക്കുക അല്ലെങ്കിൽ ലോൺ എടുക്കുകയൊക്കെ ചെയ്യാം. അതിനുള്ള അനുമതി കേന്ദ്ര ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തു എന്നുള്ളൊരു പഴയ വാർത്തകളുണ്ട്. മറ്റുള്ള ഉദാഹരണത്തിന് പ്രധാനപ്പെട്ട ഏജൻസികൾ ഇപ്പം IMF, വേൾഡ് ബാങ്ക്, അതുപോലുള്ള ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ഇങ്ങനെയൊക്കെ പല പ്രസ്ഥാനങ്ങളുണ്ട്. ലോകരാജ്യങ്ങൾക്ക് കടം കൊടുക്കുകയും അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ ഈ വികസന പ്രവർത്തനങ്ങളിൽ വേണ്ടി പണം നൽകുന്നതൊക്കെ. പക്ഷേ ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന്, ഇന്ത്യ എന്നല്ല ഏത് രാജ്യത്തിനും അവരുടെ കേന്ദ്ര സംവിധാനത്തിൽ കൂടി മാത്രമേ ഈ ഏജൻസികളിൽ നിന്നും പണം കടമെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്ത്യയിലും ഏത് സംസ്ഥാനത്തിന് ഈ പറഞ്ഞ വേൾഡ് ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികളിൽ നിന്നൊക്കെ പണം കടമെടുക്കേണ്ടി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്ക്, ഏതെങ്കിലും മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് പണം ആവശ്യം വരുമ്പോൾ, ഇപ്പോൾ കേരളത്തിൻ്റെ ഈ ഒരു കാര്യം പറഞ്ഞപ്പം വേൾഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് കേന്ദ്രത്തിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു മാത്രമേ. അപ്പം 2424.28 കോടി രൂപയുടെ ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ്, കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമിനാണ് എന്നുള്ള ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് ഈ ലോൺ എടുക്കുന്നത് അല്ലെങ്കിൽ കടമെടുക്കുന്നത് എന്ന് പറയുന്നത്. 3000 കോടി രൂപയുടെ പ്രോജക്റ്റാണ്, വിവിധ പദ്ധതികൾ. അതിൽ ബാക്കിയുള്ളത് 2424.28 കോടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കേരള സംസ്ഥാനം ആ വിഹിതം സർക്കാർ വഹിക്കും. ലോകബാങ്ക് സഹായത്തിന് പുറമെ ബാക്കി വരുന്ന തുക സംസ്ഥാന സർക്കാർ വിഹിതമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക് ഇത്രയും കോടി രൂപ എടുക്കുന്ന എന്ത് പർപ്പസിന് വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഹെൽത്ത് കെയർ ഇംപ്രൂവ് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഉയർന്ന ജീവിത നിലവാരം, ആയുർദൈർഘ്യം, ഇവ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ തടയാവുന്ന രോഗങ്ങൾ, അപകടങ്ങൾ, അകാല മരണം, അൺടൈംലി ഡെത്ത് എന്നൊക്കെ പറയത്തില്ലേ, അകാല മരണം എന്നിവയില്ലാത്ത ജീവിതം സാധ്യമാകുക. അപകടമില്ലാത്ത ജീവിതം എന്ന് പറയുമ്പോൾ അപകടങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപകടം പൂർണ്ണമായിട്ടും സീറോയിൽ നമുക്ക് കൊണ്ട് നിർത്താൻ സാധിക്കത്തില്ല. അപകടങ്ങൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ആ കുറയ്ക്കാൻ സാധിക്കണമെങ്കിൽ നമ്മളുടെ തീർച്ചയായിട്ടും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും മറ്റു രീതിയിലുള്ള മാറ്റങ്ങളും റിഫോംസും ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപകട നിരക്കുകൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തടയാവുന്ന രോഗങ്ങൾ, പിന്നെ ലിവിങ്
ഉയർന്ന ജീവിത നിലവാരം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ആയുർദൈർഘ്യം. അപ്പോൾ ഇതൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആയുർദൈർഘ്യം ഉറപ്പുവരുത്തണമെങ്കിൽ ആൾക്കാരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആയാൽ മാത്രമേ പറ്റത്തുള്ളൂ. ജനങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആയാൽ മാത്രമേ നമുക്ക് ആയുർദൈർഘ്യം കൂട്ടാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ജനങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ലിവിങ് സ്റ്റൈലുമായിട്ടും അല്ലെങ്കിൽ ജീവിത രീതിയുമായിട്ടും നമ്മളതില്ല ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. അപ്പം അതിനൊക്കെയുള്ള കാരണങ്ങൾ തടയുക, അല്ലെങ്കിൽ അതിനൊക്കെയുള്ള കോസസ് ഇല്ലാതാക്കുക. പിന്നെ തടയാവുന്ന രോഗങ്ങൾ, പ്രിവെന്റ് ചെയ്യാവുന്ന ഡിസീസസ്. അപ്പം ഇതൊക്കെ ഇല്ലാത്തൊരു ജീവിതം സാധ്യമാക്കുന്നതിന് ആണ് ഈ കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം എന്നുള്ളൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പം അതിനുവേണ്ടിയാണ് ഈ ലോൺ ഇപ്പോൾ കടമെടുക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യുക. അപ്പം മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടുള്ള പിന്നെ കോർഡിനേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ഇതുപോലുള്ള വെല്ലുവിളികളെ നമുക്ക് ഫലപ്രദമായി നേരിടുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടെയാണ്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് വെച്ചാൽ പകർച്ചവ്യാധികളല്ലാത്ത അസുഖങ്ങളുടെ പ്രിവെൻഷൻ, മുമ്പേ നമ്മൾ പറഞ്ഞ തടയാൻ സാധിക്കുന്ന അസുഖങ്ങൾ, എമർജൻസി സർവീസസ്, എൽഡർ കെയർ, പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ദരിദ്രരായ ജനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രായമായ വ്യക്തികളെ അല്ലെങ്കിൽ പ്രായമായ ആൾക്കാരെ കൂടുതൽ കെയർ ചെയ്യുന്നതിന് വേണ്ടി. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഈ വേൾഡ് ബാങ്കിൻ്റെ ലോണ് അല്ലെങ്കിൽ വേൾഡ് ബാങ്കിൽ നിന്നും പണം കടമെടുക്കുന്നത്. ആ ഒരു പ്രോജക്റ്റിന് വേണ്ടി, ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. ഈ പദ്ധതിക്ക് കഴിഞ്ഞ വർഷം ജൂലൈയിൽ സർക്കാർ അനുമതി നൽകിയിരുന്നു പദ്ധതിക്ക്. ഇപ്പോൾ ലോൺ എടുക്കുന്നതിന് വേണ്ടിയുള്ള അപ്രൂവലാണ് ക്യാബിനറ്റ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ലോൺ എടുക്കുന്നതിന് വേണ്ടിയുള്ള അപ്രൂവൽ ക്യാബിനറ്റ് നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെൻറ് പിന്നെ അനുമതി വേണം ലോകബാങ്കിൽ നിന്നും കടമെടുക്കണമെങ്കിൽ. അപ്പം അതൊരു പക്ഷേ ലഭിച്ചിട്ടുണ്ടായിരിക്കാം. പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ആവാസ വ്യവസ്ഥ വികസിപ്പിക്കുക, ഇതൊക്കെ നടന്നാൽ നല്ലതാണ്. എന്നാലും കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഹെൽത്തിലും ഒക്കെ വളരെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ നമുക്ക് കേരളത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ എന്നാലും ഒത്തിരി രോഗങ്ങളുടെ പിടിയിലാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലതരത്തിലുള്ള. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം എന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തുന്ന ആരോഗ്യ ഭീഷണികൾ, ക്ലൈമറ്റ് ചേഞ്ച് നമുക്കുണ്ടാക്കി വെക്കുന്ന വെല്ലുവിളികളെ നേരിടുക, ചെറുക്കുക, എമർജൻസി ട്രോമ കെയർ ശക്തിപ്പെടുത്തുക, ഡിജിറ്റൽ ഹെൽത്ത് ആപ്ലിക്കേഷനുകൾ എല്ലാവരും എത്തിക്കുക. ഓക്കെ, ഇതൊക്കെ നല്ലത് തന്നെയാണ്. കാരണം നമ്മളുടെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ഉയർത്തുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതിനാണ്. അതിൽ ആരോഗ്യത്തിനായിട്ടുള്ള പൊതു ധനസഹായം വർദ്ധിപ്പിക്കുക, ഇതൊക്കെയാണ് ഈ പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ എന്നാണ് ഗവൺമെൻറ് ഈ പ്രോജക്റ്റിൽ കൂടെ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ. കേരളത്തിലെ ആരോഗ്യ വിതരണ സംവിധാനങ്ങൾ എന്ന് പറയുമ്പം ആരോഗ്യത്തെ എങ്ങനെ വിതരണം ചെയ്യുന്നത്, ആരോഗ്യത്തെ വിതരണം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യത്തല്ല വിതരണം ചെയ്യുന്നത്. കാരണം ഹെൽത്ത് ഫെസിലിറ്റീസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങളുണ്ടല്ലോ. അത് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റംസ്, ഗവൺമെൻറ്റിൻ്റെ എന്താണ് പറയുന്നത്, പ്രൈമറി ഹെൽത്ത് കെയർ എന്നൊക്കെ പറഞ്ഞാൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെയുള്ള ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ഉണ്ട്, ക്ലിനിക്സ് ഉണ്ട്. അതുപോലെ പ്രൈവറ്റ് മേഖലയിലുള്ള പിന്നെ ക്ലിനിക്സ്, ഹോസ്പിറ്റൽസ്, ഹെൽത്ത് കെയർ സിസ്റ്റംസ്, ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പിന്നെ കേരളത്തിലെ ജനങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, അതിനുള്ള കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ പറഞ്ഞ പദ്ധതി ഗുണം ചെയ്യും എന്നാണ് സർക്കാരിൻ്റെ പ്രതീക്ഷയും സർക്കാർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ. അപ്പോൾ ഈ 5 വർഷം കൊണ്ട് 14 ജില്ലകളിലും ഈ പറഞ്ഞ പദ്ധതികൾ നടപ്പിലാക്കും. അതിനുവേണ്ടിയാണ് ഈ പറഞ്ഞ വായ്പ വേൾഡ് ബാങ്കിൽ നിന്ന് എടുക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ വായ്പ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊടുക്കണം, തീർച്ചയായിട്ടും തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇൻട്രസ്റ്റ് തിരിച്ചു കൊടുക്കേണ്ടി വരും. അതിനകത്തിൽ കോംപ്രമൈസ് ഒന്നുമില്ല, അത് നമുക്കറിയാം. അപ്പം ഗ്യാരണ്ടി നിൽക്കുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കാം. കാരണം സെൻട്രൽ ഗവൺമെൻറ് കൂടെ ഈ വായ്പ എടുക്കാൻ സാധിക്കത്തുള്ളൂ. പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ക്യാബിനറ്റ് ഇത് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ പദ്ധതി അപ്രൂവ് ചെയ്തതാണ്. അപ്പോൾ ഈ പ്രോഗ്രാം ഫോർ റിസൾട്ട് P4R മോഡൽ എന്നാണ് ഇതിൻ്റെ പ്രോജക്റ്റിൻ്റെ പേര്. P4R, പ്രോഗ്രാം ഫോർ റിസൾട്ടിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം.
അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ തന്നെ എക്സലന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ലൈഫ് എക്സ്പെക്റ്റൻസി, ആയുർദൈർഘ്യം, നല്ല ജീവിത നിലവാരം, അതുപോലെ തന്നെ പ്രിവെന്റബിൾ ഡിസീസിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുക, ആക്സിഡൻസ്, പ്രിമാച്ചർ ഡെത്ത്, അകാല മരണം മുമ്പേ നമ്മൾ പറഞ്ഞാണ്. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പോൾ ഇത് മറ്റ് ഗവൺമെന്റിന്റെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ആയിരിക്കും ഈ പറഞ്ഞ പ്രോജക്റ്റുകൾ നടത്തുന്നത്. കാരണം ഇപ്പം ഇപ്പം ഹെൽത്ത് മിനിസ്ട്രി മാത്രം അല്ലെങ്കിൽ ആരോഗ്യ മന്ത്രാലയത്തിന് മാത്രം നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ ഇൻവോൾവ്മെന്റും ഇതിനകത്തിൽ വളരെ അത്യാവശ്യമാണ്. അപ്പം ആ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ആയിരിക്കും ഈ വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ, ക്ലൈമറ്റ് ചേഞ്ചസ് ഒക്കെ തന്നെ, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഡെലിവറി, വിതരണം നമ്മൾ പറഞ്ഞില്ലേ, ഹെൽത്ത് കെയർ ഡെലിവറി, ഇതൊക്കെ തന്നെ നടപ്പിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെയും മറ്റ് മന്ത്രാലയങ്ങളുടെയൊക്കെ തന്നെ സഹായവും കോർഡിനേഷനും ഒക്കെ ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് ഈ പറഞ്ഞ പ്രോജക്റ്റും മുന്നോട്ട് വെക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ്. ഇത് നമ്മളുടെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ഉയർത്തുവാൻ വേണ്ടിയാണ് ഈ പറഞ്ഞൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. വേൾഡ് ബാങ്കാണ്. വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം, അത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ വായ്പകൾ നൽകുന്നുണ്ട്. അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള സൈഡിനെ കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. കാരണം വളരെ വില്ലൻ സ്വഭാവമുള്ള സ്ഥാപനങ്ങളാണ് IMFും വേൾഡ് ബാങ്കും ഒക്കെ തന്നെ, നമുക്കറിയാവുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും ലോകത്തുള്ള രാജ്യങ്ങൾ മുഴുവൻ സഹായത്തിനായിട്ട് പോയി കൈനീട്ടുന്നത് ഈ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കാരണം രണ്ടിൻ്റെ പർപ്പസ് രണ്ടാണ്. വേൾഡ് ബാങ്കിൻ്റെ പിന്നെ തലവൻ എപ്പോഴും അമേരിക്കൻ സിറ്റിസൺ ആയിരിക്കും. IMFിൻ്റെ തലവൻ എപ്പോഴും യൂറോപ്യൻ സിറ്റിസൺ ആയിരിക്കും, മറ്റാരും തന്നെ ആയിരിക്കും. ഇപ്പം വേൾഡ് ബാങ്കിന് പ്രസിഡന്റാണ്, IMFിന് മാനേജിങ് ഡയറക്ടറാണ്. അപ്പം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കേരളത്തെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ രസകരമെന്ന് പറഞ്ഞത് കാരണം കമ്മ്യൂണിസവും ലോകബാങ്കും തമ്മിലുള്ള നമുക്കറിയാം എത്രത്തോളം അവർ ഈ പഴയ കാലങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വേൾഡ് ബാങ്കിനെ IMFിനെയൊക്കെ എത്രമാത്രം എതിർക്കുകയും അല്ലേ, അതുപോലെ തന്നെ അവർക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുകയൊക്കെ ചെയ്ത മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുകയും ഇപ്പോഴും അവരുടെ പിന്നെ എന്താണ് പറയുക, പ്രഭാഷണത്തിലും സംഭാഷണത്തിലും ഒക്കെ തന്നെ കാരണം സാമ്രാജ്യ ശക്തികളുടെ ഒരു പ്രധാനപ്പെട്ട സംഘടനകളാണല്ലോ IMFും വേൾഡ് ബാങ്കും എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് കേരളം ലോകബാങ്കിൽ നിന്ന് കടമെടുക്കുക വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു രസമുണ്ട് കേൾക്കുവാൻ, അല്ലെങ്കിൽ വൈരുദ്ധ്യം നമുക്ക് തോന്നുമെങ്കിലും ലോക യാഥാർത്ഥ്യത്തെ നമുക്ക് ഒരിക്കലും കണ്ടില്ല കേട്ടില്ല നടിക്കാൻ സാധിക്കത്തില്ല. ഈ പറഞ്ഞ ഐഡിയോളജീസ് എല്ലാം ഒരു കോണിൽ നടക്കും, പക്ഷേ ബാക്കി ലോകത്ത് നടക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്കും നടക്കും എന്നുള്ളൊരു വസ്തുതയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ടൊരു ഇൻഫർമേഷൻ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇത് ബഡ്ജറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കണ്ണൂർ IT പാർക്കിൽ അത്യാധുനിക കെട്ടിടമൊഴിലും പിന്നെന്താണ് പറയുക, സ്റ്റാമ്പ് ഡ്യൂട്ടി രജിസ്ട്രേഷൻ ഫീസ് ഒഴിവാക്കുന്ന. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ അറിയുക. കാരണം നമുക്ക് അറിയാനുള്ള അവകാശമുണ്ട്. എല്ലാവർക്കും ഇത് അറിയാൻ പറ്റുമോ, ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയുമോ എന്നറിയില്ല. ഒട്ടുമിക്ക മീഡിയയിലും ഇതൊരു ന്യൂസായി കാണും, കാരണം ഇതൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്തെക്കുറിച്ചായാലും ഇന്ത്യൻ ഭരണ സംവിധാനത്തെക്കുറിച്ചും നമ്മുടെ രാജ്യത്തെക്കുറിച്ചായാലും ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഒരു അഗാധമായിട്ടുള്ള അറിവുകളൊന്നും സാധ്യമല്ല. എങ്കിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, നമ്മളുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം എങ്ങനെയാണ് പിന്നെ ഫങ്ഷൻ ചെയ്യുന്നത്, ഭരണപരമായിട്ടുള്ള ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്.
ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ പൊതുജനങ്ങൾക്ക് ഗവൺമെൻറ് പോളിസീസിനെ ഒന്നും നമുക്ക് മറികടക്കാൻ സാധിക്കത്തില്ല. ഇലക്ഷൻ വരുമ്പോൾ വോട്ട് ചെയ്ത് നിലവിലുള്ള ഗവൺമെൻറ്റിനെ നമുക്ക് മാറ്റുവാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയെ, രാഷ്ട്രീയ പാർട്ടിയെ മാറ്റുവാൻ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. പക്ഷേ സിസ്റ്റം എപ്പോഴും, സംവിധാനം എപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കും. വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കാരണം ആര് ഭരണത്തിൽ വന്നു കഴിഞ്ഞാലും ജനറലായിട്ടുള്ള പോളിസീസ് ഒക്കെ തന്നെ മോറോർലെസ് സെയിം ആയിരിക്കും. നമ്മുടെ ഇന്ത്യയുടെ കേന്ദ്ര സംവിധാനത്തിലായാലും ശരി, സംസ്ഥാനങ്ങളുടെ തലത്തിൽ നമ്മൾ നോക്കുമ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പം ഇതുപോലുള്ള നമ്മളുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ തീർച്ചയായിട്ടും അറിയാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അറിയാനുള്ള അവകാശം ഉണ്ട് തീർച്ചയായിട്ടും. അതിനോടൊപ്പം തന്നെ അറിയാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ ബോധമുള്ളവരായിരിക്കുക. ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ വായിച്ചറിയുക അല്ലെങ്കിൽ കേട്ടറിയുക. എന്നിട്ട് ഒരു വെൽ ഇൻഫോംഡ് ആയിട്ടുള്ളൊരു സിറ്റിസൺ ആകുക എന്നുള്ളതാണ് നമ്മളുടെ ശരിക്കുള്ള ഉത്തരവാദിത്വം. അത് നമ്മളൊരു കുറേയൊക്കെ നമ്മൾ എല്ലാവരും നിർവഹിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുക, നമ്മളെ ഒരു നമുക്കൊരു അവയർനെസ് ഉണ്ടാക്കി വെക്കുക. നമ്മുടെ ഭരണ സംവിധാനങ്ങൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ പോളിസീസ് നമ്മുടെ സംസ്ഥാനത്തെയും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെയും ഒക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടാകുന്നത് നല്ലതായിരിക്കും എപ്പോഴും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം മറക്കാതിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇത്തരം ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.